ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK Max. അപ്പം മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് P of X എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് അല്ലെ. ഈ പോളിനോമിയൽ വെച്ച് ആ പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. ആദ്യം എക്സ് ഉള്ള സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇടുക, എക്സിന് അത് കഴിഞ്ഞ് 1 ഇടുക, എക്സിന് 2 ഇടുക, എക്സിന് വേണമെങ്കിൽ 3 ഇടുക, അങ്ങനെ ഇട്ടിട്ട് പോകും. എന്ന് പറഞ്ഞാൽ എക്സ് ഉള്ളടുത്ത് 1 ഇടുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അതിന്റെ ഒരു ടാബുലർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തായാലും ടാബുലർ കോളം ഇമ്പോർട്ടന്റ് ആണല്ലോ. എക്സ് അത് കഴിഞ്ഞ് P of X. ഓക്കെ, എക്സിന് ആദ്യം നമ്മൾ എന്തിട്ട് കൊടുത്തു? എക്സ് ഉള്ളടുത്ത് നമ്മൾ ആദ്യം എന്തിട്ട് കൊടുത്തു? 0. അപ്പൊ 2 ഇൻറ്റു എന്താണ്? 2 ഇൻറ്റു 0 മൈനസ് 1 എന്താണ്? അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ -1. അടുത്ത എക്സിന് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 ഇൻറ്റു 1 മൈനസ് 1, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 2 മൈനസ് 1 എത്രയാണ്? 1. അപ്പൊ എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. അടുത്ത എക്സിന് എന്ത് കിട്ടുക? 2. അപ്പൊ 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഇക്വൽ ടു എത്ര? 4 മൈനസ് 1 എത്ര? 3. അപ്പൊ എക്സിന് 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? എക്സിന് 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അടുത്ത എക്സിന് 3 ഇട്ട് കൊടുക്കുക. അപ്പം 2 ഇൻറ്റു 3 6 മൈനസ് 1 എത്രയാണ്? 5. ദാറ്റ് ഈസ് ഇക്വൽ ടു എക്സിന് 3 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5. നമ്മുടെ ടാബുലാർ കോളം ഇതാണ്. ഇത് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാഫ് നമുക്കറിയാം എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട് അല്ലെ. നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ആദ്യം പ്ലോട്ട് ചെയ്യാം. നമുക്കറിയാം ഇതെല്ലാമാണ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. നമ്മുടെ 0, ഇത് 1, ഇത് 2, ഇത് 3, ഇവിടെയും 1 2 3, താഴോട്ട് പോകുമ്പോൾ -1 -2 -3, ഇവിടെയും -1 -2 ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇനി ഇങ്ങോട്ട് നോക്കുക, എക്സിന് 0 ആയപ്പോൾ പ്ലോട്ട് ചെയ്യുന്ന ഓർത്തോണം എല്ലാവരും. എക്സ് 0 ആയപ്പോൾ വൈ എന്തായി? -1. അതായത് -1 ഈ പോയിന്റ് ആണ്. അടുത്ത എക്സ് എന്ന് പറയുന്നത് 1 ആയപ്പോൾ വൈ എന്തായി? എക്സ് 1 ആയപ്പോൾ വൈയും എന്തായി? 1 ആയി. വൈ 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് വൈയുടെ 1 കണ്ടാ. അതേപോലെ തന്നെ എക്സ് 2 ആയപ്പോൾ നിങ്ങൾ എക്സ് 2 ആയപ്പോൾ x2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. എക്സ് 2 ആയപ്പോൾ വൈ എന്തായി? 3 ആയി. എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വരും അല്ലെ. ഇനി മുകളിലോട്ട് നമ്മൾ 4ഉം 5ഉം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുക? ഈ പോയിന്റുകളെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഈ പോയിന്റുകളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കുക. അതായത് 1 2 3 കണ്ട ഈ 3 പോയിന്റുകളും കൂടെ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതാണ് നമ്മുടെ P of X. എന്താണ് ഇവിടെ P of X പറഞ്ഞിരിക്കുക? P of X ഈസ് ഈക്വൽ ടു എത്രയാണ്? 2x - 1. ദാറ്റ് ഈസ് P of X ഈസ് ഈക്വൽ ടു 2x - 1. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. അപ്പം ഇതിന്റെ വിശാലമായുള്ള ക്ലാസ് ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത ഷോർട്ട് വീഡിയോ കാണാം. അതുവരേക്കും